ശബരിമലയിലെ അന്വേഷണ സംഘം അഥവാ SIT നല്ല രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. SITയുടെ ഓരോ കള്ളക്കളികളും ഇപ്പോൾ പൊളിച്ചെടുക്കുന്നത് ഹൈക്കോടതി നേരിട്ടാണ്. എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുകയും അവസാനം പ്രതികൾ രക്ഷപ്പെടുന്ന തരത്തിലേക്ക് അന്വേഷണം വഴിമാറുകയും ചെയ്യുന്നൊരു രീതി, അത് സാധാരണ വിശ്വാസികൾ മാത്രമല്ല ഹൈക്കോടതിയും വളരെ വ്യക്തമായി മനസ്സിലാക്കി ശക്തമായ താക്കീത് നൽകിയിരിക്കുകയാണ്. വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്നുവെന്നും എല്ലാവരും അകത്താകുമെന്നൊക്കെ വരുത്തി തീർത്തതിന് ശേഷമാണ് അവസാനം പ്രതികൾ രക്ഷപ്പെടുന്നത് എന്നുള്ളത് ഹൈക്കോടതി മനസ്സിലാക്കിയത് അന്വേഷണ സംഘത്തിൻ്റെ കൊമ്പൊടിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കോടതി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കുറ്റപത്രം നൽകാത്തതിനെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുന്നത്. പ്രതികൾക്ക് എങ്ങനെയാണ് സ്വാഭാവികമായി ജാമ്യം ലഭിക്കുന്നത് എന്ന് ചോദിച്ച കോടതി വിഷയം അതീവ ഗുരുതരമാണെന്നാണ് വിലയിരുത്തിയിരിക്കുന്നത്. കുറ്റപത്രം നൽകിയാൽ പ്രതികൾ സ്വാഭാവിക ജാമ്യത്തിൽ പോകുന്നത് തടയാനാകും. അല്ലാത്ത പക്ഷം പൊതുജനങ്ങൾക്ക് അന്വേഷണത്തിൽ സംശയമുണ്ടാകുമെന്നും കോടതി വളരെ വ്യക്തമായി SITക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അതായത് SIT 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാതെ വരുന്നതോടെ സ്വാഭാവികമായും ഒരു പ്രതിക്കുണ്ടാകുന്ന അവസരങ്ങൾ അവർ വിനിയോഗിക്കുകയും അതൊരു പക്ഷേ അവരുടെ ജാമ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പോൾ അവർ ജാമ്യം കിട്ടി പുറത്തു പോയാൽ വലിയ അട്ടിമറിയിലേക്കൊക്കെ ഈ കേസ് പോകുന്നത് കാണാൻ വേണ്ടി കഴിയും. അതിന് പകരം SIT 90 ദിവസത്തിനുള്ളിൽ തന്നെ എന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നും അത് വേഗത്തിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പരാജയമാണെന്നുമുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ് SITക്ക് നൽകിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തതിൽ വലിയ വിമർശനം ഉന്നയിച്ച ഹൈക്കോടതി ഇങ്ങനെ രംഗത്ത് വരുമ്പോൾ അത് കേരളം ഭരിക്കുന്ന സർക്കാരിനെയാണ് പ്രതിസന്ധിയിലാക്കുന്നത്. കാരണം ഈ അന്വേഷണ സംഘത്തിലുള്ളത് മുഴുവനും പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. കുറ്റപത്രം സമർപ്പിക്കാൻ കാലതാമസം ലഭിക്കുന്നതിനെ തുടർന്ന് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടിങ്ങനെ ഹൈക്കോടതിക്ക് വിമർശനം ഉന്നയിക്കേണ്ടി വന്നത് തന്നെ ആ അന്വേഷണ സംഘത്തിൻ്റെയും പോലീസ് സംഘത്തിൻ്റെയും പോരായ്മ തന്നെയാണ്. കേസിലെ പ്രതിയായിരിക്കുന്ന പങ്കജ് ഭണ്ഡാരി തനിക്കെതിരെയുള്ള FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അതുപോലെ തന്നെ ജാമ്യവും തേടിക്കൊണ്ട് കോടതിയെ സമീപിക്കുകയാണ് ഇപ്പോൾ ചെയ്തത്. ഇത് പരിഗണിക്കുന്നതിനിടെയാണ് ഹൈക്കോടതി പൊട്ടിത്തെറിച്ചത്. പ്രതികൾ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തു വരുമ്പോൾ സാധാരണയായുള്ള ജനത്തിന് അന്വേഷണത്തിൽ സംശയമുണ്ടാകുന്നു എന്നുള്ളത് സ്വാഭാവികമാണ്. അത് തടയാനുള്ള ഇടപെടൽ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതല്ലേ എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. എന്നാൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് കടമ്പകൾ ഉണ്ടെന്നാണ് SITയുടെ വിശദീകരണം. എന്ത് കടമ്പകളാണ് എന്നുള്ള സംശയം കോടതിയിൽ നിലനിൽക്കുന്നു. കാരണം 90 ദിവസം കിട്ടിയിട്ടും ഒരു കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും വലിയ വീഴ്ച തന്നെയാണ്. സ്വർണ്ണക്കൊള്ള കേസുകളിൽ നേരത്തെ നമുക്കറിയാം, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യമാണ് ലഭിച്ചത്. 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലും മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ച് ഇപ്പോൾ പുറത്ത് വിലസി നടക്കുന്നത്. അദ്ദേഹം ജയിൽ മോചിതനായി ഇപ്പോൾ നാട്ടിലെല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം 90 ദിവസം സഹിച്ചു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നടപടി പോകുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. അതുപോലെ CPM നേതാവായിരിക്കുന്ന പത്മകുമാറിനെതിരെയുള്ള തെളിവ് ശേഖരണത്തിലും SIT വലിയ വീഴ്ച വരുത്തി കഴിഞ്ഞു എന്നുള്ള വിവരവും പുറത്തു വന്നിരിക്കുന്നു. സ്വർണം ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയ മിനിറ്റ്സ് രേഖയുമായി ബന്ധപ്പെട്ട് 3 ദിവസം മുൻപ് മാത്രമാണ് പത്മകുമാറിൻ്റെ കൈയക്ഷരം പരിശോധനയ്ക്കായി സാമ്പിൾ ശേഖരിച്ചത്. ഈ 90 ദിവസത്തേക്ക് അടുക്കുമ്പോഴും ഇതിനൊന്നും സമയമില്ലാതെ SIT മാറുകയാണ്. കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ PS പ്രശാന്തിൻ്റെ മൊഴി വീണ്ടും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ രഹസ്യ കേന്ദ്രത്തിൽ നിന്നാണ് രേഖപ്പെടുത്തുന്നത്. പുറത്തുവിടാനുള്ളൊരു ധൈര്യവും അതുപോലെ ഒരു മനസ്സും SIT കാണിക്കുന്നില്ല. കാരണം ഇതും ഒളിപ്പിച്ചു വെക്കാനാണ് SITയുടെ തീരുമാനം. PS പ്രശാന്തിൻ്റെ ചോദ്യം ചെയ്യലും അങ്ങനെ ഒരു പ്രഹസനമാക്കാൻ ഹൈക്കോടതി വിടില്ല എന്നുറപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാ തരത്തിലും SIT ഒരു വലിയ ചോദ്യചിഹ്നമായി മാറുമ്പോൾ ഹൈക്കോടതി വാളെടുക്കുക തന്നെ ചെയ്യും എന്നുള്ള സൂചനയാണ് നൽകിയിരിക്കുന്നത്.